ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂഫോറിയ എന്ന വെബ് സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാസിയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ഈ സമയം കാസിയുടെ അച്ഛനും അമ്മയും തമ്മിൽ സ്ഥിരം വഴക്കായതുകൊണ്ട് കാസിക്ക് 13 വയസ്സുള്ള സമയം അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയി ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നു. കാസിയും കാസിയുടെ അനിയത്തിയായിട്ടുള്ള ലെക്സിയും അമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും എല്ലാ ആഴ്ചയും അച്ഛൻ ലെക്സിയെയും കാസിയെയും എല്ലാം ഷോപ്പിങ്ങിനെല്ലാം കൊണ്ടുപോയി വിഷമങ്ങളൊന്നും അവരെ അറിയിക്കാതെയാണ് വളർത്തിയിരുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞതും അച്ഛൻ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലായതോടെ അയാൾ പിന്നീട് ലെക്സിയെയും കാസിയെയും ഒന്നും കാണാൻ വരാതെയാവുന്നു. ചെറുപ്രായത്തിൽ ഇതുപോലത്തെ ഇൻസിഡന്റ് എല്ലാം പാസ് ചെയ്തു പോകുന്നത് കൊണ്ട് കാസിക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യമൊന്നും മനസ്സിലാവാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ പല ആൺകുട്ടികളും കാസിയുടെ അടുത്ത് സ്നേഹം നടിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവളെ മിസ്യൂസ് ചെയ്ത ശേഷം ആ സമയത്തെടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം പല സൈറ്റുകളിലും അപ്ലോഡ് ചെയ്തു വിടുന്നു. അങ്ങനെ ഒരു വീഡിയോ ആണ് സീരീസിന്റെ തുടക്കത്തിൽ നെയ്ൻ കാസി മോശം കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസിന് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ കച്ചിത് തന്റെ ബെഡ്റൂമിൽ കുറ്റബോധത്തോടെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജൂൾസിനെയാണ് കാണിക്കുന്നത്. ഈ സമയം ജൂൾസിന്റെ അച്ഛൻ അവളുടെ അടുത്ത് വിഷയം എന്താണെന്ന് തിരക്കുന്നുണ്ടെങ്കിലും സത്യം പറയാതെ തലവേദനയാണെന്ന് അവളുടെ അച്ഛന്റെ അടുത്ത് കള്ളമെല്ലാം പറയുന്നു. ജൂൾസിന് തലേന്ന് എത്രയൊക്കെ മദ്യപിച്ചിട്ടും താൻ ടൈലറിനോട് ചെയ്തിട്ടുള്ള ചതിയുടെ കുറ്റബോധം കാരണം മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. അവിടെ കച്ചിത് ജൂൾസ് ഇന്ന് ക്ലാസ്സിൽ വരാത്തത് കൊണ്ട് അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റൂമിനെയാണ് കാണിക്കുന്നത്. ഈ സമയം റൂം നീറ്റിന് പകരം ടൈലറാണ് ജയിലിൽ പോയിരിക്കുന്നത് എന്ന കാര്യമെല്ലാം പറഞ്ഞതും അവൾക്ക് നീറ്റിന്റെ മേലെ ചെറിയ സംശയമെല്ലാം തോന്നുന്നു. അവൾ ജൂൾസ് അവളോട് നേരത്തെ ടൈലറിനെ പറ്റിയും നീറ്റിനെ പറ്റിയും എല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി വെച്ച് നോക്കുന്നു. ഇതിൽ നിന്നും നീറ്റിന്റെ പ്ലാൻ പ്രകാരമാണ് ടൈലർ ജയിലിലേക്ക് പോയിരിക്കുന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. നീറ്റ് കാരണമാണ് ജൂൾസ് വിഷമിക്കുന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലായതും അവൾ നീറ്റിനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് തലേന്ന് ഡാനിയലിന്റെ അവിടെ പാർട്ടിയിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം മാഡിക്കും കേറ്റിനും വിശദീകരിച്ചു കൊടുക്കുന്ന കാസിയെയാണ് കാണിക്കുന്നത്. കാസി താൻ ഈ കാര്യമെല്ലാം ക്രിസിനോട് തുറന്നു പറയണമോ എന്ന് അവന്റെ അടുത്ത് സജഷനായി ചോദിക്കുന്നു. കേറ്റ് ആണെങ്കിൽ കാസിയുടെ അടുത്ത് നീ അതൊന്നും അവന്റെ അടുത്ത് പറയണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും മാഡി നീ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കാസിക്ക് ചെറുതായി പ്രഷറെല്ലാം കൊടുക്കുന്നു. തന്റെ കൂട്ടുകാരിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്ലൈ ഒന്നും കിട്ടാത്തത് കൊണ്ട് അവൾ തന്റെ ഈ സംശയമായി നേരെ തന്റെ സഹോദരിയായിട്ടുള്ള ലെക്സിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ലെക്സി പ്രശ്നമെല്ലാം കേട്ട ശേഷം താനാണെങ്കിൽ ഈ കാര്യമൊന്നും ക്രിസിനോട് തുറന്നു പറയില്ല എന്ന് കാസിയോട് പറയുന്നു. തന്റെ സഹോദരിയിൽ നിന്നുള്ള റിപ്ലൈ എല്ലാം കിട്ടിയതും കാസി ഈ കാര്യമൊന്നും ക്രിസിനോട് പറയില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് തന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്ന നെറ്റിനെയാണ് കാണിക്കുന്നത്. ഈ സമയം നെറ്റിന്റെ അച്ഛന് അവന്റെ കേസെല്ലാം ക്ലോസ് ചെയ്തു എന്ന സംഭവമെല്ലാം അറിഞ്ഞതും അയാൾക്ക് നെയ്റ്റ് ആയിരിക്കും മാഡിയുടെ കഴുത്തെല്ലാം പിടിച്ചു ഞെരിക്കുന്നത് എന്ന സംശയമെല്ലാം തോന്നുന്നു. ഇതേ സമയം റൂബിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ റൂബിന്റെ അമ്മ മറ്റൊരു വ്യക്തിയുമായി ഡേറ്റ് എല്ലാം ചെയ്യാൻ തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. റൂബിനാണെങ്കിൽ തന്റെ അമ്മ മറ്റൊരാളെ ഡേറ്റ് ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മ അയാളെ പരിചയപ്പെടാൻ പറഞ്ഞിട്ട് പോലും അവൾ അതൊന്നും കൂട്ടാക്കാതെ അയാളെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. റൂമിനാണെങ്കിൽ അമ്മ തന്റെ കാമുകനെയും വിളിച്ച് വീട്ടിലിരുന്ന് സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൾ വീട്ടിലിരിക്കുന്നതിന് പകരം അവളുടെ ഡി അഡിക്ഷന്റെ ക്ലബിലേക്ക് പോകുന്നു. ക്ലബിലെത്തിയ റൂം താൻ കഴിഞ്ഞ 14 ദിവസമായി ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്നും അതിന് തനിക്ക് സപ്പോർട്ടായി വന്നത് അലിയുടെ ഹെൽപ്പായിരുന്നു എന്നുമെല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറയുന്നു. ഡ്രഗ്സിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി നായിക കാണിക്കുന്ന ഈ എഫേർട്ടെല്ലാം കണ്ടതും അലിക്കും അത് ഒരുപാടധികം സന്തോഷമെല്ലാം ആവുന്നു. അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഫ്രാങ്കോയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന റൂബിനെയാണ് കാണിക്കുന്നത്. ഈ സമയം ഫ്രാങ്കോ തന്റെ തളർന്നെടുക്കുന്ന മുത്തശ്ശിക്ക് വേണ്ട ഹെൽപ്പെല്ലാം ചെയ്തു കൊടുക്കുകയാണ് എന്ന് മനസ്സിലായതും റൂബ് നേരെ മുത്തശ്ശി എടുക്കുന്ന ആ മുറിയിലേക്ക് ചെല്ലുന്നു. റൂബിനെ കണ്ടതും ഫ്രാങ്കോ അവളോട് നിനക്ക് വല്ല ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണോ വന്നതെന്ന് തിരക്കുന്നു. എന്നാൽ റൂബ് ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് താൻ അതിനു വേണ്ടിയല്ല വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് നെറ്റിന് പണി കൊടുക്കാൻ വേണ്ടി അവളെ സഹായിക്കാൻ പറ്റുമോ എന്ന് തിരക്കുന്നു. റൂബിൽ നിന്നും ഇതുപോലെ ഒരു ചോദ്യം കേട്ടതും ഫ്രാങ്കോ നീ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നും നെറ്റിന്റെ കാര്യമെല്ലാം താൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാമെന്ന് റൂബിന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. ഈ സമയം ആ മോട്ടത്തലയനായിട്ടുള്ള ഡ്രഗ് ഡീലർ വീണ്ടും ഫ്രാങ്കോയുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ടതും ഫ്രാങ്കോ റൂബിനോട് ഒച്ച വയ്ക്കാതെ മുത്തശ്ശിയുടെ റൂമിൽ തന്നെ ഇരിക്കാൻ വേണ്ടി പറയുന്നു. ആ മോട്ടത്തലയനാണെങ്കിൽ നേരത്തെ തന്നെ റൂബിന്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഉള്ളത് കൊണ്ട് ഫ്രാങ്കോ ഒരുവിധം അയാളുടെ ശ്രദ്ധയെല്ലാം തിരിച്ച ശേഷം റൂബിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി വിടുന്നു. റൂബ് അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയം അവൾക്ക് ജൂൾസിൽ നിന്നും വന്നിട്ടുള്ള മെസ്സേജുകളെല്ലാം എടുത്ത് നോക്കുന്നു. അതിൽ ജൂൾസ്
താൻ കുറച്ച് ദിവസത്തേക്ക് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന മെസ്സേജ് എല്ലാം കണ്ടതും റൂബിന് അത് ഒരുപാടധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു. അവിടെ കച്ചിത് നാട്ടിലെത്തിയ ശേഷം തൻ്റെ പഴയ സ്കൂളിലെ കൂട്ടുകാരെ ചെന്ന് കാണുന്ന ജൂൾസിനെയാണ് കാണിക്കുന്നത്. ജൂൾസ് തൻ്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആനയുടെ അടുത്തേക്ക് ചെന്നതും ആന കുറെ നാളുകൾക്ക് ശേഷം ജൂൾസിനെ കണ്ട സന്തോഷത്തിൽ അവളുടെ കൂടെ അടിച്ചു പൊളിക്കാനായി അവളെയും കൂട്ടിക്കൊണ്ട് ഒരു ക്ലബിലേക്ക് പോകുന്നു. ക്ലബിൽ ചെന്നതും ജൂൾസ് തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഡ്രഗ്സ് എല്ലാം അടിച്ചുകൊണ്ട് അവിടെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഡ്രഗ്സിന്റെ ഒരു പരിധിയെല്ലാം കഴിഞ്ഞതും അവൾ ഹാലൂസിനേഷൻ എല്ലാം ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് അവൾക്ക് നെയ്റ്റിനെയും റൂബിനെയും എല്ലാം ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തിന്റെ പല ഭാഗങ്ങളിലായി കാണുന്നു. അവിടെ കച്ചിത് ആ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ലൈവ് ഷോ നടത്തുന്ന കേറ്റിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അതിൽ ക്യാമറയൊന്നും ഓൺ ആക്കാത്ത ഒരു വ്യക്തി വന്നുകൊണ്ട് അവളുടെ അടുത്ത് ഫുൾ ബോഡി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. കേറ്റ് ആണെങ്കിൽ ആദ്യമൊന്നും ഇതിനെ കൂട്ടാക്കുന്നില്ലെങ്കിലും അയാൾ ഒരുപാടധികം പൈസയെല്ലാം ഓഫർ ചെയ്തത് കണ്ട് ക്യാമറയുടെ മുമ്പിൽ വെച്ച് അയാൾ പറഞ്ഞ പ്രകാരമെല്ലാം ചെയ്യുന്നു. അവിടെ കച്ചിത കാസിയെയും ക്രിസിനെയുമാണ് കാണിക്കുന്നത്. കാസി ക്രിസിനോട് അവൾ പ്രഗ്നന്റ് ആണ് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ടതും ആദ്യമൊന്ന് ചെറുതായി ഷോക്കാവുന്നുണ്ടെങ്കിലും അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന അവർക്ക് ഇപ്പോൾ ഒരു കുട്ടിയെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാസിയുടെ അടുത്ത് ഇത് നമുക്ക് അബോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. കാസിക്കാണെങ്കിൽ ക്രിസിന്റെ ഈ തീരുമാനം ഒട്ടും ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ട് അവൾ ക്രിസിന്റെ അടുത്ത് ഈ കുഞ്ഞിനെ കൊന്നുകളയണ്ട എന്ന് കെഞ്ചിക്കൊണ്ട് പറയുന്നു. കാസി ഒട്ടും മെച്ചോർഡല്ലാത്ത രീതിയിലെല്ലാം പെരുമാറുന്നത് കണ്ടതും ക്രിസ് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഒരു കുട്ടിയെല്ലാം ആയാൽ അവരുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാണ്ടാവുമെന്നും അതുകൊണ്ട് അവരുടെ ഭാവിയെ പറ്റിയെല്ലാം ചിന്തിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാമെന്ന് കാസിയോട് പറയുന്നു. ഇത് കേട്ടതും കാസി പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയുന്നത് കണ്ട് ക്രിസിന് ഇതൊരുപാട് ഫീലെല്ലാം ആവുന്നു. അവൻ കാസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കല്യാണത്തിന് ശേഷം അവർക്ക് എത്ര കുട്ടികൾ വേണമെങ്കിലും ആവാമെന്നും ഇപ്പോൾ നീ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെല്ലാം എടുക്കാൻ വേണ്ടി കാസിയോട് വീണ്ടും ഉപദേശിച്ചു നോക്കുന്നു. ക്രിസിൽ നിന്നുള്ള ഈ സൗമ്യമായിട്ടുള്ള പെരുമാറ്റമെല്ലാം കണ്ടതും കാസിയുടെ മനസ്സും ചെറുതായിട്ടൊന്ന് മാറുന്നു. അവളും ക്രിസ് പറഞ്ഞ പ്രകാരം ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അവിടെ കച്ചിത് റൂബിനെയാണ് കാണിക്കുന്നത്. റൂബിനാണെങ്കിൽ ജൂൾസ് അവളുടെ നാട്ടിലേക്ക് പോയ വിഷമത്തിൽ ക്ലാസ്സിലേക്ക് പോകാനുള്ള താല്പര്യമെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ ആ വിഷമമെല്ലാം മാറാനായി കണ്ടിന്യൂസ് ആയി 22 മണിക്കൂറോളം TV സീരീസ് എല്ലാം കണ്ടുകൊണ്ട് അവളുടെ ബെഡിൽ തന്നെ കിടക്കുന്നു. കണ്ടിന്യൂസ് ആയി ഇത്രയും നേരം ബാത്റൂമിൽ പോലും പോവാതെ അവിടെ തന്നെ കിടന്നത് കൊണ്ട് അവൾക്ക് കുറച്ചു കഴിഞ്ഞതും വയറ്റിൽ വേദനയെല്ലാം വരുന്നു. റൂമാണെങ്കിൽ മുമ്പ് ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്തിരുന്നത് കൊണ്ട് അതിന്റെ സൈഡ് എഫക്റ്റ് എന്നോണം അവളുടെ കിഡ്നിയിൽ നിറച്ച് ഫംഗസുകളെല്ലാം വരുന്നു. ആ ഒരു പെയിൻ കാരണം അവൾക്ക് നടക്കാനാവാതെ അവൾ ഹാളിൽ തന്നെ കിടക്കുന്നു. ഹാളിൽ അവശയായി കിടക്കുന്ന റൂമിനെ കണ്ടതും അവളുടെ അമ്മ വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കച്ചിത് തന്റെ കടയിൽ നിൽക്കുന്ന ഫ്രാങ്കോനെയാണ് കാണിക്കുന്നത്. ഈ സമയം നെയ്റ്റും മാഡിയും കൂടി ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നേരെ ഫ്രാങ്കോന്റെ കടയിലേക്ക് വരുന്നു. നെയ്റ്റിനെ കണ്ടതും ഫ്രാങ്കോവിന് രാവിലെ റൂ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അവൻ നെയ്റ്റിന് ഡ്രഗ്സ് എല്ലാം കൊടുക്കുന്ന സമയം ഇനിയൊരിക്കലും നീ ജൂൾസിന്റെയും റൂബിന്റെയും കാര്യത്തിൽ തലയിടാൻ പാടില്ല എന്ന് അവന്റെ അടുത്ത് കുറച്ച് റഫായിക്കൊണ്ട് പറയുന്നു. നെയ്റ്റിനാണെങ്കിൽ ഫ്രാങ്കോവിന്റെ സംസാരം കേട്ടതും അവനോട് നീ എന്നാണ് ഡ്രഗ് ഡീലിംഗ് എല്ലാം നിർത്തിക്കൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയതെന്ന് അവനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഫ്രാങ്കോ ഇനി നീ എങ്ങാനും അവരെ ഡിസ്റ്റർബ് ചെയ്തതായി താൻ അറിഞ്ഞാൽ നിന്നെ ഉറപ്പായും കൊന്നുകളയുമെന്ന് നെയ്റ്റിന്റെ മുഖത്ത് നോക്കി പറയുന്നു. ഫ്രാങ്കോയുടെ സംസാരം കേട്ട് പേടി വന്ന നെയ്റ്റ് ആവട്ടെ അന്ന് രാത്രി വീട്ടിൽ ചെന്ന ഉടൻ തന്നെ പോലീസിനെ വിളിച്ചുകൊണ്ട് ഫ്രാങ്കോ എന്ന ഡീലർ ഇതുപോലെ ഡ്രഗ്സ് എല്ലാം വെക്കുന്ന കാര്യമെല്ലാം പോലീസുകാരോട് പറയുന്നു. അവിടെ കച്ചിത് ഫിസ്കോയുടെ വീടാണ് കാണിക്കുന്നത്. ഈ സമയം നെയ്റ്റിൽ നിന്നും ഇൻഫർമേഷൻ എല്ലാം കിട്ടിയത് കൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി 2 പോലീസുകാർ നേരെ ആ വീട്ടിലേക്ക് വരുന്നു. പോലീസിനെ കണ്ടതും ഫ്രാങ്കോ തന്റെ അനിയനെയും കൂട്ടിക്കൊണ്ട് ഡ്രഗ്സ് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി അതെടുത്ത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.